Welcome to Annie's Kitchen and you're watching Annie's Kitchen with Annie. ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു വെജിറ്റേറിയൻ ഡിഷാ. വെജിറ്റേറിയൻ കുറെ നാളായിട്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് എന്താ പറയാ പരിപ്പവും പരാതിയും ഒക്കെ പറഞ്ഞാലും ഈ പറഞ്ഞ പോലെ ഞാൻ വെജിറ്റേറിയൻ ചെയ്യാന്ന് വിചാരിച്ചാൽ പോലും എന്റെ നാട്ടുകാർ വിചാരിക്കുന്ന എന്നാ ഇപ്പൊ വരാൻ പോകുന്ന ഗസ്റ്റ് ഏതേലും ഒരു വെജിറ്റേറിയൻ ആയിരിക്കും കഴിക്കുന്നത്, അതുകൊണ്ടായിരിക്കും വെജിറ്റേറിയൻ ഉണ്ടാക്കുന്നത്. അതൊരു സത്യം തന്നെയാണ്. ഞാൻ എന്നത്തിന് നോണ പറയുന്നത്. നമുക്ക് വരാൻ പോകുന്ന ഗസ്റ്റ് വെജിറ്റേറിയൻ, അതുകൊണ്ട് ഞാൻ വെജിറ്റേറിയൻ ചെയ്യാം. പക്ഷെ ഒരു കാര്യം ഞാൻ വ്യത്യാസം വരുത്തി എന്നാന്നറിയാം. അപ്പൊ നമ്മൾ സ്ഥിരം പനീർ അല്ലേ ചെയ്യുന്നത്. അപ്പൊ പനീർ മട്ടർ മസാല നമ്മൾ ഒരുപാട് കഴിച്ചിട്ടുണ്ട്, റെസ്റ്റോറന്റ് വൈസിലും അല്ലാതെയും നമ്മൾ എന്താ പറയാ വീടുകളിലൊക്കെ നമ്മൾ ട്രൈ ചെയ്യാറില്ലേ. ഒത്തിരി എന്താ പറയാ നമ്മൾ കാണാറുണ്ട്, ചാനൽസ് വൈസും റീൽ വൈലും എല്ലാം നമ്മൾ കാണുന്നുണ്ട്. ഇന്ന് ചെയ്യാൻ പോകുന്നത് മഷ്റൂം മട്ടർ കറിയാ ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയ കാര്യങ്ങൾ എന്നാന്നുള്ളത് നോക്കിയോ. എല്ലാ സ്പൈസസും വേണം. അതായത് ഗ്രാമ്പൂ, ഏലക്ക, പട്ട, ബേ ലീഫ്, അതായത് പട്ടയുടെ ഇലയായത്. ഇത് കുറച്ച് സാദാ ജീരകവ, പിന്നെ ഒരു ഇച്ചിരി കടുക്, പിന്നെ വേണ്ടിയത് ഇച്ചിരി ബട്ടർ, പിന്നെ ഒരു ഇച്ചിരി കറിവേപ്പിലയാ. ഒത്തിരി ഇടുകയല്ല, ഒരു ഇച്ചിരി. ഇത് ഒരു സവാള നല്ല കൊത്തി അരിഞ്ഞു വെച്ചേക്കുവാ. ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് ഞാൻ ഉണ്ടാക്കിയതല്ല, മേടിച്ചതാ. ധൃതി പിടിച്ച് ചെയ്യാൻ സമയമില്ലാത്തതുകൊണ്ടും ഇഞ്ചിയും വെളുത്തുള്ളിയും ചതയ്ക്ക് അത്ര നേരം വേണമെന്നുള്ളൊരു ചിന്ത വേണ്ട. പക്ഷെ ഞാൻ മേടിച്ചു പോയി ചെയ്യാൻ നോക്കും. ഇതൊരു തക്കാളി അരച്ചെടുത്തേക്കോ, മുഴുത്തൊരു തക്കാളിയാ, ഇല്ലെങ്കിൽ ഒരു 2 എണ്ണം. പിന്നെ നമ്മുടെ പൊടിയെല്ലാം മഞ്ഞപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ വേണ്ടിയത് ഒരു 2-3 പച്ചമുളക്. ഇത്രയും ഒരു സവാളയും വെച്ച് ഇത്രയും മഷ്റൂം എന്നാത്തിനാന്ന് ചോദിച്ചാൽ മഷ്റൂം വെന്ത് കഴിയുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ പോലെ ചുരുങ്ങുവേ. പിന്നെ ആണെങ്കിൽ കുറച്ച് ഗ്രീൻ പീസ്, പിന്നെ കുറച്ച് കസൂരി മേത്തി, കുറച്ച് അണ്ടിപ്പരിപ്പ് അരച്ചത്, കുറച്ച് മല്ലിയില, പിന്നെ കുറച്ച് ഫ്രഷ് ക്രീം. ഇത്രയാ വേണ്ടിയേ. ഇപ്പൊ ഫ്രഷ് ക്രീം ഓൾ ഓഫ് എ സഡൻ നമ്മുടെ വീട്ടിനകത്ത് ഇല്ലേലും വിഷമമൊന്നും വേണ്ട. നമുക്ക് എന്നാ ചെയ്യാൻ നോക്കുന്നതെന്ന് വെച്ചാല് എന്നാ പറയാ ഫ്രഷ് ക്രീമിന് പകരം ഈ അണ്ടിപ്പരിപ്പ് അരച്ചത് ചേർത്തത് കുറച്ച് കൂടുതൽ ചേർത്താലും മതി, കുഴപ്പമൊന്നും വരികയില്ല. അടുപ്പ് കത്തിച്ചേച്ച് ഫസ്റ്റ് കുറച്ച് വെജിറ്റബിൾ ഓയിലാ ഇതിന് നല്ല, മറ്റേ വെളിച്ചെണ്ണ അല്ല. ഈ വെജിറ്റബിൾ ഓയിലിന്റെ കൂടെ തന്നെ കുറച്ച് 2 അല്ലെങ്കിൽ 1 ക്യൂബ് ബട്ടർ ഇട്ടേച്ചാൽ മതി. അത് കഴിഞ്ഞ് നമുക്ക് കറിയെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞ വെച്ചുണ്ടല്ലോ 1 ക്യൂബും കൂടെ ഇട്ടേച്ചാൽ മതി. ഓക്കെ, ഇതങ്ങോട്ട് ആവുന്ന സമയം കുറച്ച് കടുക് ഇടാൻ പോവാ. ഒരുപാടൊന്നും ഇടണ്ട, കുറച്ച് കടുക്. അതിന്റെ കൂട്ടത്തിൽ തന്നെ കുറച്ച് ജീരകം കടുകിനെക്കാട്ടിൽ ഇച്ചിരി കൂടെ മുമ്പ് നിന്നോട്ടെ. ഇത് രണ്ടും ഒന്ന് പൊട്ടി കഴിഞ്ഞേച്ച് ബാക്കി കടുക് പൊട്ടണം, ജീരകം ഒന്ന് മൂക്കണം. ഇത് രണ്ടും മൂത്ത് കഴിഞ്ഞു കഴിഞ്ഞാല് ഈ സ്പൈസസ് എല്ലാം ചേർക്കാം. ഇപ്പൊ വേണ്ട എണ്ണ നല്ല ചൂടായിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഇപ്പൊ തന്നെ കടുക് പൊട്ടും, ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്താൽ മതി. ഓക്കെ, ഇനി ഇതിനകത്തോട്ട് ഞാനൊരു നമ്മുടെ സ്പൈസസ് എല്ലാം ചേർക്കുക. ഗ്രാമ്പൂ ഒരു 3-4 എണ്ണം, ഏലക്ക ഇതേപോലെ ഒരു 2, 4, 6, പിന്നെ ഒരു കഷ്ണം പട്ട. പട്ട ചേർക്കുമ്പോ തന്നെ എപ്പോഴും ശ്രദ്ധിച്ചോണം, ഈ മെലിഞ്ഞ പട്ടയും കട്ടിയുള്ള പട്ടയുണ്ട്. പിന്നെ ഒരു ഇച്ചിരി, ഒരു പട്ടയുടെ ഇല മതിയാവും. സ്പൈസസ് എല്ലാം ചേർക്കുമ്പോ എപ്പോഴും സൂക്ഷിച്ചോ, അത് പൊട്ടും. ഇതിനകത്തോട്ട് നമ്മുടെ ഉള്ളി ഇടുക. അന്നേച്ച് ഈ ഉള്ളി ഒന്ന് ഇച്ചിരി നല്ലതായിട്ട് വഴലണം. വഴന്ന് പറഞ്ഞാൽ ഒരു ബ്രൗൺ കളർ ആവണം. ഇതിന്റെ കൂട്ടത്തിൽ തന്നെ ബ്രൗൺ ആവാനുള്ളതാ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ്. അതുകൊണ്ട് ഞാൻ ഒരു ഇച്ചിരി ഇത് മേടിക്കുന്നതായിട്ട് ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഒരു ഇച്ചിരി ചേർത്തേച്ചാൽ മതി. അതുകൊണ്ട് ഞാൻ ഒരു 1/2 ടീസ്പൂണ് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർക്കുക, അല്ലെങ്കിൽ ഇതിന്റെ ഒരു കുത്തല മുന്നേ നിൽക്കും. ഇനി ഈ ഉള്ളി ഒന്ന് ഇച്ചിരി നല്ല ബ്രൗൺ ആയി കഴിയുന്നിടം വരെ നമുക്ക് ക്ഷമയോടെ ഒന്ന് ഇളക്കി കൊടുക്കാം. പെട്ടെന്നൊന്ന് ബ്രൗൺ ആവാനായിട്ട് ഇച്ചിരി ഉപ്പ് ഇട്ടെടുക്കുന്നതുകൊണ്ടും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഞാനിപ്പോൾ അരിഞ്ഞേക്കുന്ന ഒരു ഇച്ചിരി ഉള്ളിയല്ലേ ഉള്ളൂ, അന്നേരം അത് പെട്ടെന്ന് ആവാൻ വലിയ താമസമൊന്നുമില്ല. ഇനിയിപ്പോൾ ഇവിടെ ടൊമാറ്റോ ഞാൻ അരച്ചു വെച്ചേക്കുക. ഈ അരച്ചു വെച്ചേക്കുന്ന ടൊമാറ്റോ അല്ലാന്നുണ്ടെങ്കിൽ ഇനി അതിന് മെനക്കെടാൻ ഒക്കുകയല്ല എന്നുണ്ടെങ്കിൽ ടൊമാറ്റോ അരിഞ്ഞിട്ടേച്ചാലും മതി. പക്ഷെ നമ്മൾ വഴറ്റുമ്പത്തേന് അതിങ്ങനെ എന്താ പറയാ നല്ല ഉടഞ്ഞ് ആ ഗ്രേവിയിലേക്ക് ചേരണം. ഇതൊരു ഇച്ചിരി എന്നാന്നറിയോ, ഈ ഉള്ളിയൊക്കെ ഒരു ഇച്ചിരി മൂത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഗ്രേവിക്ക് ഒരു തിക്നെസ് ഉണ്ടാവത്തില്ല. അതുകൊണ്ടാ ഇച്ചിരി ഒന്ന് മൂപ്പിക്കുന്നത്.
ഇനിയിപ്പോ ഒത്തിരി അങ്ങ് മൂത്ത് പോയില്ല, നമ്മുടെ പരുവം തെറ്റിപ്പോയി, എന്നാ ഉള്ളി ഇച്ചിരി മൂക്കുകയും ചെയ്തു, എന്നാ മൂത്തോന്നുള്ള പരുവം നമുക്ക് അറിയാൻ മേലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പേടിക്കേണ്ട. കാര്യം എന്താന്ന് വെച്ചാൽ നമ്മൾ ഈ ഓരോ ഇൻഗ്രീഡിയൻസ് 1 by 1 ആയിട്ടാ ചേർക്കുന്നത്. അന്നേരം ആ ഉള്ളി അങ്ങ് വെന്ത് മൂത്തോളുവേ. ഇനി നെക്സ്റ്റ് ഞാൻ ചേർക്കാൻ പോകുന്നത് എന്നാന്ന് വെച്ചാല് പൊടികളാ. ഈ പൊടി ചേർത്തിക്കുമ്പോ എപ്പോഴും നമ്മൾ ഒരു ഇച്ചിരി ലോ ഫ്ലെയിമിൽ ചെയ്താല് പൊടി അങ്ങ് മൂത്ത് പോവുകയല്ല. ഓക്കെ, ഉള്ളി ഒരു ഒത്തിരി അങ്ങ് നമ്മള് ബിരിയാണിക്ക് വറക്കുന്ന കൂട്ടൊന്നും മൂക്കണ്ട. എന്റെ ഈ പരുവം മതി. ഇനി എന്നാ വേണ്ടെന്ന് വെച്ചാൽ നമ്മൾ ഈ പൊടികളെല്ലാം ചേർക്കണേ. നമ്മുടെ നമ്മുടെ വീടുകളിലുള്ള അതേ പൊടി തന്നെയാ. നോക്കുമ്പോൾ ഒത്തിരി ഇൻഗ്രീഡിയൻസ് ആയിട്ട് തോന്നും, പക്ഷെ അത്ര ഒന്നുമില്ല, നമ്മുടെ വീട്ടിലുള്ളത് തന്നെയാ. ആദ്യം ഒരു ഇച്ചിരി മഞ്ഞപ്പൊടി, അത് കഴിഞ്ഞാൽ കുറച്ച് മുളക് പൊടി, പിന്നെ വേണ്ടിയത് കുറച്ച് മല്ലിപ്പൊടി. ഇനി ഈ നമ്മൾ നേരത്തെ ഗരം മസാല ഇട്ടായിരുന്നു, പക്ഷെ ആ ഗരം മസാല പോരാൻ തോന്നുവാണെങ്കിൽ ഇവിടെ ഒരു ഇച്ചിരി ഗരം മസാലയുടെ പൊടിയും കൂടി ഇടാവേ. ഈ ഇട്ട പൊടി മൂക്കാൻ വലിയ താമസമൊന്നുമില്ല. അതുകൊണ്ട് എന്നാ ചെയ്യാൻ പോകുന്നത്, ഞാൻ നെക്സ്റ്റ് ഇതിന്റെ ഒരു പച്ചച്ചൊവ മാറിക്കഴിഞ്ഞാല്, കാര്യം ഇത്രയും എണ്ണയുണ്ടല്ലോ, അതിന് നേരം ഒന്നും വേണ്ട, എണ്ണ നല്ല മൂത്ത് കിടക്കുക, ചൂടാ, അപ്പൊ പിന്നെ പൊടി മൂക്കാൻ എണ്ണ നേരം വേണം. ഇനി ഇതിനകത്തോട്ട് ഞാൻ വേണ്ട ഈ അരച്ചു വെച്ചേക്കുന്ന തക്കാളി ചേർക്കുവാണ്. അപ്പൊ ഈ തക്കാളിയിലുള്ള ഒരു വെള്ളം ഉണ്ടല്ലോ, അത് മതിയാവും നമ്മുടെ ഈ പൊടി ഒന്ന് വെന്ത് മൂപ്പിച്ചെടുക്കാനായിട്ട്. തക്കാളിയും കൂടി ചേർത്ത് കഴിയുമ്പോ ഞാനൊരു ഇച്ചിരി തീ കൂട്ടുക. എന്നിട്ട് നമുക്ക് എന്നാ പറയുന്നേ, ഈ എന്നാ പറയാ, എണ്ണയൊക്കെ തെളിഞ്ഞു വരണ്ടായോ, അതിന് വേണ്ടിയിട്ട് ഒരു ഇച്ചിരി സമയം ഒന്ന് വിട്ടു കൊടുക്കുക. നമ്മൾ വാങ്ങാൻ നേരം ഈ കറി എല്ലാം വെച്ച് ലാസ്റ്റ് ഒന്ന് വാങ്ങാൻ നേരം ഉണ്ടല്ലോ, ഒരു ഇച്ചിരി ഗരം മസാലയും കൂടെ പൊടിച്ചതിട്ട് കഴിഞ്ഞാൽ നല്ല സ്വാദാണ്, നല്ല മണവും ആ ഒരു സ്വാദും നല്ലതായിട്ട് നിൽക്കും. പക്ഷെ ആദ്യം നമ്മൾ റോ സ്പൈസസ് ചേർക്കുന്നുണ്ട്, അന്നേരം അത് നോക്കിക്കോണം. ലാസ്റ്റ് ചേർക്കുന്ന ഒരുപാടല്ല, ഒരു ഇച്ചിരി. ഇനി ഇതിനകത്തോട്ട് ഞാൻ നമ്മുടെ മഷ്റൂം ഇടുവാൻ പോവാ. മഷ്റൂമിനകത്ത് നിന്ന് ഒരു ഇച്ചിരി എന്നാ പറയുന്നത് വെള്ളം ഇറങ്ങുവേ, അതുകൊണ്ട് വെള്ളമൊക്കെ നമ്മൾ ചേർക്കാനായിട്ട്. ഈ മസാലയിലോട്ട് ഈ മഷ്റൂം നല്ലതായിട്ടൊന്ന് പെരണ്ട് പിടിക്കണം. ആ തക്കാളി മുഴുവൻ ഇടുന്നില്ല, ഒരു 1/4 ഭാഗേ ഞാൻ ഇട്ടുള്ളൂ. കാര്യം നമുക്ക് ഒരു നേരത്തേക്ക് മതിയല്ലോ, വെറുതെ എന്നത്തിനാ നമ്മള്. അതെ, ഇത് ഇനിയിപ്പോ ഫ്രിഡ്ജിൽ വെച്ചാൽ നമുക്ക് നാളെ മഷ്റൂം വെച്ചിട്ടേ ഇതുണ്ടാക്കാം, ബർഗർ പാറ്റി ഒക്കെ ഭയങ്കര ടേസ്റ്റാ. അപ്പൊ ഒരു വെജിറ്റേറിയൻ ഡിഷായി. പിള്ളേർക്ക് നല്ലതല്ലേ, ബ്രെഡ് പോക്കറ്റ്സ് ഉണ്ടാക്കിയിട്ട് അതിനകത്ത് വെച്ച് കൊടുക്കുവാണെങ്കിൽ നല്ലതാ. ഇത് ചിലപ്പോ കബാബ് പോലെ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാ. ഇതിനൊന്നും വ്യത്യാസമില്ല. എന്നാന്ന് ചെയ്യേണ്ടതെന്ന് അറിയാവോ, ഇതൊന്ന് മിക്സിയിൽ ഒന്ന് മിൻസ് ചെയ്തെടുത്തേച്ച് നമ്മൾ ഇറച്ചി കബാബ് ചെയ്യുമ്പോഴത്തേക്ക് ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ, ഇതെല്ലാം ഇതിനകത്ത് ചേർത്തേച്ച് ബൈൻഡ് ആവാനായിട്ട് ഒന്നെങ്കിൽ റൊട്ടിപ്പൊടി പിടിക്കാം, അല്ലെന്നുണ്ടെങ്കില് ഈ പറഞ്ഞ പോലെ കോൺഫ്ലവർ, മൈദ, അരിപ്പൊടി ഇതെല്ലാം ചേർക്കാവുന്നേ ഉള്ളൂ. അതുകൊണ്ട് വലിയ പ്രയാസമൊന്നുമില്ല. പക്ഷെ എന്നാ പറയാ, ബാക്കിയുള്ള സാധനങ്ങൾ ചെയ്യുന്നതിനെക്കാട്ടിലും ഈ മഷ്റൂം ചെയ്യുമ്പോഴത്തേ കുറച്ചൊരു ഇറച്ചിയുടെ ടേസ്റ്റ് പോലെ വരുമെന്ന് പിള്ളേർ പറഞ്ഞിട്ടുണ്ട്. ഇതൊരു ഇച്ചിരി ആയി കഴിയുമ്പത്തേന് ഞാനൊരു ഇച്ചിരി ഒരു 2 പച്ചമുളക് അതിനകത്തോട്ടൊന്ന് അരിഞ്ഞിടാവേ. 2ആയിട്ട് കീറി ഇടുന്നെങ്കിൽ അങ്ങനെ ചെയ്യാം, അതല്ല അരിഞ്ഞിടുവാന്നേലും അങ്ങനെ. എരിവ് നോക്കി വെച്ച് വേണം ഇതൊക്കെ ചെയ്യാനായിട്ട്. ചില അബദ്ധങ്ങൾ എനിക്കും പറ്റിയിട്ടുണ്ട്, കാര്യം എരിവ് കൂടി പോവും. പിന്നെ നമുക്ക് വേണമെങ്കിൽ 2 ചേർക്കാലോ. പച്ചമുളക് അരിഞ്ഞ രീതി തന്നെ ഇങ്ങനെ അരിഞ്ഞെന്ന് ചോദിച്ചാൽ എല്ലാവരും ചോദിക്കും ഇത് തന്നെ അടുക്കളയിൽ കയറിയിട്ടില്ലേന്ന്. പക്ഷെ അതല്ല, പിച്ചാത്തിക്ക് നല്ല മൂർച്ചയുണ്ട്, കൈ മുറിയാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അത് കൈ ഒന്ന് സേവ് ചെയ്ത് അരിഞ്ഞതാട്ടോ. ഇനിയിപ്പൊ 2 പച്ചമുളകിന് വേണ്ടിയിട്ട് ഇനി കട്ടിംഗ് ബോർഡ് ഒന്നും എടുക്കണ്ടല്ലോ, ഇല്ലേ അതും കഴുകാൻ നിൽക്കണം. അതുകൊണ്ടുള്ള എരിപ്പ വഴി ഞാൻ ചെയ്തതന്നേ ഉള്ളൂ. ഇനി വേണ്ടേ നോക്കിയാൽ കാണാം, നമ്മുടെ ആ ചേർത്തേക്കുന്ന എണ്ണ എല്ലാം തെളിഞ്ഞു വന്നേക്കുവാ. ഇനി ഇതിനകത്തോട്ട് ഞാൻ വേണ്ടേ നമ്മുടെ ഗ്രീൻ പീസ് ചേർക്കുവാണേ. ഗ്രീൻ പീസ് ഇഷ്ടമുള്ള കുഞ്ഞുങ്ങളുണ്ട്, ഇല്ലാത്ത കുഞ്ഞുങ്ങളുണ്ട്. ഇല്ലാത്ത കുഞ്ഞുങ്ങളില് എന്റെ മക്കളും കൂടെ ഉൾപ്പെടും. കാര്യം എന്താന്ന് വെച്ചാൽ നമ്മൾ ഇനി എത്ര ഗ്രീൻ പീസ് കറി നല്ലോണം വെച്ചാലും ആ പീസ് ഇങ്ങനെ എടുത്തു മാറ്റുന്ന സ്വഭാവം എന്റെ മക്കൾക്കുണ്ട്. അതുപോലെ ഒത്തിരി കുട്ടികൾക്ക് ഉണ്ടാവും. അങ്ങനെയുള്ള പിള്ളേർക്ക് നമ്മളിത് മഷ്റൂം കറിയായിട്ട് കൊടുക്കുക, മട്ടർ ഉപയോഗിക്കണ്ട. ആക്ച്വലി ഈ എന്നാ പറയാ, പീസിന്റെയും മഷ്റൂമിന്റെയും ഒരു ജലാംശം, അതായത് മഷ്റൂമിന് നിറച്ചുണ്ട്, അതൊന്ന് പോണം. ആ സമയത്ത് ഈ മഷ്റൂം ഒന്ന് വേവത്തുള്ളൂ. അതിന്റെ ആ ഒരു എന്നാ പറയാ, ഒരു
പച്ചച്ചുവയുണ്ട്, അതിനൊരു മഷ്റൂമിന്റെ ടേസ്റ്റ് ഉണ്ടല്ലോ, അതൊന്ന് മാറി ആ മസാല ആയിട്ട് ഒന്ന് മിക്സ് ആവാനായിട്ട് ഇച്ചിരി നേരം കൊടുക്കണം. ഇത്രയും നേരം ഈ ഗ്രേവി ഇത്രയും ഉണ്ടാക്കിയിട്ടും ഞാൻ ഈ പറഞ്ഞ പോലെ ഉപ്പ് ഒരു അല്പം പോലും ചേർത്തിട്ടില്ല. മതി, പേടിയാ ഉപ്പ് ചേർക്കുമ്പോഴൊക്കെ എപ്പോഴും പേടിയാ. കറിയില് ഉപ്പ് ചേർത്തു. ഇനി ഇതുവരെ നമ്മുടെ ആ ഒരു എന്താ പറയാ, ഇതൊക്കെ വെക്കുമ്പോഴത്തേക്ക് ഒരു നോർത്ത് ഇന്ത്യൻ ഫ്ലേവർ ഉണ്ടല്ലോ, അതൊരു മുന്നേ വരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കസൂരി മേഥി നമ്മൾ ഇതിനകത്തോട്ട് ഇട്ടേ പറ്റുള്ളൂ. അതേപോലെ തന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ എന്താ പറയാ, ജീരകം അതും കൂടെ ഇച്ചിരി കൂടുതൽ ഇട്ടാൽ മാത്രമേ ഇത് നല്ലൊരു നോർത്ത് ഇന്ത്യൻ ഫ്ലേവർ വരുള്ളൂ. പക്ഷെ നമ്മള് നോർത്തും സൗത്തും എല്ലാം കൂടെ മിക്സ് ചെയ്താണ് ഈ കറി വെക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്രയും നമ്മൾ പ്രതീക്ഷിക്കരുത്. പിന്നെ കറി നല്ലതാണോ എന്ന് ചോദിച്ചാൽ നല്ലയാ, ഒരു വ്യത്യാസമല്ലേ. ഇനി എന്നാന്ന് വെച്ചാൽ നമ്മൾ ചേർക്കേണ്ട കാര്യങ്ങളൊക്കെ ഇതിനകത്ത് അങ്ങ് ചേർത്തു. ഇനി എന്നാ വേണ്ടിയെന്ന് വെച്ചാൽ ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ചേച്ച് ഇതൊരു 5 മിനിറ്റ് ഒന്ന് അടച്ചിടണം. എന്നാന്ന് വെച്ചാൽ മഷ്റൂമും പീസും ചേർത്ത മസാല ഇതെല്ലാം ഒന്ന് വെന്ത് അതിലോട്ടൊന്ന് പിടിക്കണ്ടായോ, ഒത്തിരി ചേർക്കണ്ട, ഒരു ഇച്ചിരി. ഇപ്പൊ എണ്ണ തെളിഞ്ഞു. മഷ്റൂമിനൊന്നും വലിയ വേവില്ല, പക്ഷെ ആദ്യമൊക്കെ ഞാൻ കുക്ക് ചെയ്ത സമയത്ത് എന്നാന്നറിയോ, ഞാൻ ശരിക്കും അത് പ്രഷർ കുക്കറിലൊക്കെ വരെ വേവിച്ചിട്ടുണ്ട്. പക്ഷെ അതിലും ഈ പറഞ്ഞ പോലെ അങ്ങ് വെന്തുടഞ്ഞൊന്നും പോകുകയല്ല, ഉള്ള സത്യം പറയാലോ. ഇനി ഇതിനകത്തോട്ട് ഇനിയിപ്പോ തക്കാളിയൊക്കെ നമ്മൾ ചേർക്കുന്ന സമയത്തെ കുറച്ച് സമയം എടുത്ത് അതങ്ങ് ഞാൻ പറഞ്ഞില്ലേ അരപ്പുമായിട്ട് ചേരാനാണെങ്കിൽ തക്കാളി ചേർത്ത് നല്ലോണം വഴറ്റി വെച്ച് ഒന്ന് കുറച്ചേരം അടച്ചിട്ട് കഴിഞ്ഞാല് തക്കാളിയൊക്കെ നല്ലതായിട്ട് വെന്ത് അതില് പിടിക്കും. ഇനി എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ തീ ഒരു ഇച്ചിരി കുറച്ച് വെച്ചേച്ച് അണ്ടിപ്പരിപ്പ് ഇതിനകത്തോട്ട് ഞാൻ ചേർക്കുക. അതൊരു നിറച്ച് കുറച്ച് 2 സ്പൂൺ നിറച്ച് ചേർത്തോളൂ. ഇതൊക്കെ ചേരുന്നത് നല്ലത് തന്നെയാണ്. കുറച്ചുകൂടി ഇരിപ്പുണ്ട്, അത് ചേർക്കാം. അത് ഇതും ചേർത്ത് ഇതൊക്കെ ഇനി സ്പീഡി ആവും. എന്നാന്ന് വെച്ചാൽ അത് ഇപ്പൊ നമ്മൾ തന്നെ ചീനച്ചട്ടി നോക്കിയാൽ നമുക്കറിയാം എന്നാന്നോ, ആ എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്നതുണ്ടോ, ഇതെല്ലാം വെന്ത് കിടക്കുന്ന. അപ്പൊ നമ്മൾ ചേർക്കുന്ന ഓരോ ഇൻഗ്രീഡിയൻസും പെട്ടെന്ന് ആവാനേ ഉള്ളൂ. ഇതൊന്ന് ഇച്ചിരി എണ്ണയൊന്ന് തെളിഞ്ഞു കഴിഞ്ഞേച്ച് ഞാൻ ഈ ക്രീം ഒന്ന് ചേർക്കാൻ പോവാ. പക്ഷെ നമുക്ക് ഈ പറഞ്ഞ പോലെ ചാറ് ഇത്രയും പോരാ, ഇതങ്ങ് പെരണ്ട് കിടക്കുക, അതൊക്കത്തില്ല. നമുക്ക് ഇച്ചിരി നല്ലതായിട്ട് ചാറ് വേണം. അപ്പൊ അതിനെന്നാ ചെയ്യുന്നത്, ഒരുപാട് വേറെ ഒന്നും ചേർക്കണ്ട, ഈ ക്രീമും കൂടെ ചേർത്തേച്ച് നമുക്ക് കുറച്ച് വെള്ളം ചേർക്കാവേ. ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി വെള്ളം. ഇത്രയൊക്കെ ഞാൻ ചെയ്തിട്ട് നമുക്ക് ആ നോർത്ത് ഇന്ത്യൻ ഫ്ലേവർ വരുന്നില്ല. കാര്യം എന്താന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ നമ്മൾ അതിന് മലയാളികളുടെ ഒരു ടേസ്റ്റ് അല്ലേ ഞാൻ ഇതിനകത്ത് ചേർത്തേക്കുന്നേ. പക്ഷെ ഈ പറഞ്ഞ പോലെ ഞാൻ ഇച്ചിരി കസൂരി മേത്തിയും നമ്മുടെ മെയിൻ മല്ലിയിലയും കൂടെ ഇടാതെ എങ്ങനെയല്ലേ ആ ഫ്ലേവർ വരിക. പക്ഷെ നമ്മുടെ നാട് നമുക്ക് മറക്കാൻ ഒക്കുകയില്ല. അതുകൊണ്ട് ഒരു ഇച്ചിരി കറിവേപ്പില വഴറ്റുന്ന സമയത്ത് ഇടാം, അതല്ലാതെ ഞാനൊരു ഇച്ചിരി ഇടാൻ പോവാ. ഇതിന്റെ ഒരു മണം നോർത്തായാലും സൗത്തായാലും എന്റെ എന്ത് നല്ല മണമാണെന്നറിയാവോ. അപ്പൊ നമ്മുടെ നോർത്തിലെ ഫ്ലേവർ കുറച്ച് വരാനായിട്ട് ഒരു ഇച്ചിരി കസൂരി മേത്തിയും കൂടി ഇടണം. ഇതിന്റെ കൂടെ തീ നല്ലതായിട്ട് കുറച്ച് വെക്കുക. ഇച്ചിരി കൂടെ വെള്ളം ചേർക്കണമെങ്കിൽ ചേർക്കാം. കുറച്ച് മല്ലിയില നിറച്ചിടാൻ പോവാ. ഇതൊക്കെ ഇട്ട് അതിന്റെ ആ ഒരു ഫ്ലേവർ ഇറങ്ങുമ്പോഴത്തേക്ക് അതിന്റെ ഒരു രുചിയും മണവും ഒക്കെ വരത്തുള്ളൂ. ഇനിയിപ്പോ അത് കുറച്ചു നേരം എന്താ പറയാ, കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് വെച്ച് ഇച്ചിരി നേരം ഒന്ന് അടച്ചിടണം. അപ്പം മല്ലിയിലയുടെയും ഈ പറഞ്ഞ പോലെ കസൂരി മേത്തിയുടെയും നമ്മുടെ ഗരം മസാല നമ്മൾ പൊടി ഇതുവരെ ഇട്ടില്ല, പക്ഷെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്, അതൊരു ഇച്ചിരി തൂയേച്ച് അതിന്റെ ഒരു മണം കിട്ടാനാണ്. നമ്മൾ നേരത്തെ പട്ട, ഗ്രാമ്പു, ഏലക്ക എല്ലാം ഇട്ടതാ, പക്ഷെ എന്നാലും ഈ പൊടിച്ചത് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക മണം തന്നെ വരിക. ഇനി അടച്ചിടുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ ഞാൻ ചേർക്കാറുണ്ട്. എന്നാന്നറിയാവോ, ഒരു ക്യൂബ് ബട്ടർ അതൊന്ന് മേളിൽ കിടന്നോട്ടെ. അതവിടെ കിടന്ന് അതിനൊന്ന് പിടിച്ചു കഴിയുമ്പോഴത്തേക്ക് ഒരു സ്പെഷ്യൽ ടേസ്റ്റാ.
ആ ബട്ടറിനെ ഞാൻ അനക്കുന്നില്ല, ഇട്ടിരിക്കുന്ന ഗരം മസാല ഞാൻ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. അതെല്ലാം ആ ഗ്രേവി കിടന്ന് നല്ലതായിട്ടൊന്ന് ചേർന്ന് പിടിക്കുമ്പോഴത്തേക്ക് നല്ലൊരു കറിയാ. ഇത് ചപ്പാത്തിക്ക് നല്ലതാ, പൂരിക്ക് നല്ലതാ, ഇടിയപ്പം, അപ്പം ഇതൊക്കെ കൂട്ടി കഴിക്കാൻ നല്ലതാ. പക്ഷെ ഇതൊക്കെ ഉണ്ടാകണമെങ്കിൽ അതിനും നേരം വേണം. അടുക്കള കിടക്കുന്ന കിടപ്പ് കണ്ടോ, പാത്രം കഴുകുന്ന കാര്യം ആലോചിച്ചിട്ട് എനിക്ക് ഭയങ്കര സങ്കടം വരുന്നു. പക്ഷെ എന്നാലും ഗസ്റ്റ് വരുന്നതിന് മുമ്പ് വീട് വൃത്തിയാവുകയും വേണമല്ലോ. അപ്പൊ ഇന്ന് ആനീസ് കിച്ചണിൽ വരാൻ പോകുന്ന ഗസ്റ്റ് ശ്രീകാന്തും സംഗീതയാ വരാൻ പോകുന്നത്. അദ്ദേഹം എന്ന് പറയുമ്പോ എന്താ പറയാ, ബാക്ക് സ്ക്രീൻ വർക്ക് ചെയ്തിട്ടുണ്ട്, ഫ്രണ്ട് സ്ക്രീനിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, പല മേഖലകളിലാണ് അദ്ദേഹം വർക്ക് ചെയ്തിരിക്കുന്നത്. അതും മാത്രമല്ല, ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഒരുപാട് ഫിലിംസിൽ ആക്ട് ചെയ്തിട്ടുണ്ട്. സംഗീത നമുക്കറിയാം, ഈ പറഞ്ഞ പോലെ സംഗീത പറയുന്ന പോലെ സംഗീതത്തിന് ഉസ്താദാണ്. അപ്പൊ എന്താ വെച്ചാൽ നമ്മുടെ ആനീസ് കിച്ചണിൽ നമ്മൾ എപ്പോഴും ആഗ്രഹിക്കുന്ന അത് തന്നെയാ അല്ലെ, ഒരു പാട്ട് ചെയ്യുന്ന മിറക്കിൾ വേറെ ഒന്നിനും ചെയ്യാനൊക്കത്തില്ല. ഇവിടെ ഈ കഥയും പറഞ്ഞുകൊണ്ട് നിന്നാൽ നമുക്ക് പാട്ടും കേൾക്കാനൊക്കത്തില്ല, അദ്ദേഹത്തിന്റെ വിശേഷവും കേൾക്കാൻ പറ്റത്തില്ല. ഹാർട്ടി വെൽക്കം. താങ്ക് യു. നമ്മൾ രണ്ടാമത്തെ പ്രാവശ്യമല്ലേ കാണുന്നത്? അതെ. ഫസ്റ്റ് സീസണിലുണ്ടായിരുന്നു, നമ്മുടെ കൂടെ സെക്കൻഡ് സീസണിലുണ്ട്. അത് ഏറ്റവും ഇഷ്ടം എന്നാന്നറിയോ, സ്വന്തം വീടായിട്ട് ഓടി വന്നില്ലേ, അത് തന്നെയല്ലേ ഏറ്റവും സന്തോഷം. തീർച്ചയായിട്ടും. അതിനെക്കാട്ടിലും അമൃതയുടെ ഓൺ പ്രോഡക്റ്റ് ആണ് അത്. നമുക്ക് വെളിയില്ല, ഞങ്ങളൊക്കെ വെളിയില്ല, അതുകൊണ്ട് പിന്നെ ഞാനൊന്നും കൂടുതൽ പറയുന്നില്ല. സ്വന്തം വീട്ടിൽ കയറി വരുന്ന പോലെ തന്നെയല്ലേ. തീർച്ചയായിട്ടും. അതിന്റെ ഒരു സന്തോഷം ഉള്ളിലില്ലേ? അൺഡൗട്ടഡ്ലി. ഓക്കെ, അപ്പൊ ഒരു കാര്യം ചെയ്യാം, ആദ്യം വിശേഷമൊക്കെ ഒന്ന് പറഞ്ഞേ. സുഖമായിട്ടിരിക്കുന്നു, പിള്ളേരൊക്കെ എന്നാ ചെയ്യുന്നു? സർ പറയണം. മിടുക്കനായിട്ടിരിക്കുന്നു. ഒരു മോനാണുള്ളത്, അവൻ 11th-ലാണ്. ഇന്നവൻ വീട്ടിലിരിക്കുന്നു. നമ്മളിങ്ങോട്ട് പോരുന്നപ്പോ വീട്ടിലിരിക്കുന്നു. പിന്നെ കൊച്ചിനെ കൂടെ കൊണ്ടുവരാറുന്നില്ലേ, ചുമ്മാ അവിടെ ഇരുന്നേക്കാട്ടിൽ ഞാൻ 2 വർത്താനം ചോദിക്കുമല്ലായിരുന്നു. അവൻ ഇന്ന് ഒരു ദിവസമാണ് ഫ്രീ ആയിട്ട് അന്ന് കിട്ടുന്നത്. പറഞ്ഞു ഞങ്ങളുടെ ഇവിടെ വരുവാന്ന് അറിയാമല്ലായിരുന്നു. സിനിമ കാണാൻ പോവല്ലൊക്കെയാണ്. അതിനെക്കാട്ടും ഉചിതല്ലേ ഞങ്ങളുടെ ഇവിടെ ഒന്ന് 2 വർത്താനം ഞങ്ങളുടെ പ്രേക്ഷകർക്ക് ഒന്ന് കൊച്ചിനെ കാണാൻ മേലായിരുന്നു. നമ്മളങ്ങനെ നിർബന്ധിച്ചു പറയുന്ന ഒരു കാലം മാറിയില്ലേ? അതിൽ കാര്യമില്ല, ഇവിടത്തെ എന്ന് പറഞ്ഞ കൊച്ചു വന്നേനെ. അപ്പനും അമ്മയും പറഞ്ഞില്ലല്ലോ. അവനറിയാം. അടുത്ത പ്രാവശ്യം ഈ പരാതി ഇനി പറയിപ്പിക്കല്ലേ. കാര്യം നമ്മുടെ വീട്ടിൽ വരുന്നവർക്ക് എപ്പോഴായാലും നമ്മൾ ആഗ്രഹിക്കല്ലേ ആ കുഞ്ഞുങ്ങളെ ഒന്ന് കാണാം. എന്നെ ആഗ്രഹം കൊച്ചിനാവാനാ. ഈ വഴി തന്നെ നമ്മുടെ കൂടെ തന്നെയാണ്. ആന്നല്ലേ, അത്യാവശ്യം പാത പിന്തുടരുക ആയിരിക്കും. ഇവിടെ ഞങ്ങളുടെ കൊച്ച് അപ്പന്റെ പാത പിന്തുടർന്ന പോലെ. മൂത്തവന് മാത്രമേ പക്ഷെ ആ ഒരു ഇഷ്ടമുള്ളൂ, മറ്റേ രണ്ടും പഠിക്കുക. ഞാനതിങ്ങനെ ഈ ഷോയുടെ ഇടയിൽ എപ്പോഴെങ്കിലും പറയണമെന്ന് ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു. ജഗന്റെ സിനിമയിൽ ഞാനും അഭിനയിച്ചിട്ടുണ്ട്. ജഗനെ ഡയറക്ട് ചെയ്തു. ഞാനിവിടെ ധൈര്യമായിട്ട് ഇരുന്നോട്ടെ, പിന്നെ ഒരു അഭിമാനത്തോടെ ഇരിക്കാം. എന്റെ തമ്പുരാനെ അതാണ് ഏറ്റവും വലിയൊരു സന്തോഷം. മക്കളെ പറ്റിയ ഒരു രണ്ട് നല്ല ഞാൻ അവന്റെ അമ്മയായതുകൊണ്ട് പറയുമല്ലോ. ആണോ? അല്ലല്ലോ, നേരല്ലേ. എനിക്ക് ഒരു കഥ കൂടി ഇപ്പൊ അപ്പോഴാണോ പറയണതെന്ന് എനിക്കറിയില്ല. ചന്ദ്രലേഖയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ നടക്കുന്ന സമയത്താണ് 6-ാം തമ്പുരാന്റെ ഷൂട്ടിംഗ് നടന്നത്. അതിനിടയിലാണ് ജഗൻ പ്രഗ്നന്റ് ആയിരുന്നതും ജഗന്റെ പ്രസവവുമായി ബന്ധപ്പെട്ടിട്ട് ജഗൻ ഉണ്ടാവുന്നതായിട്ട് ബന്ധപ്പെട്ട് ഷാജിയേട്ടൻ ഒരു 3 ദിവസം ഷൂട്ടിങ്ങിന് വന്നില്ല. ആ ദിവസമാണ് ഹരിമുരളീരവം എന്ന് പറയുന്ന പ്രിയൻ സാറെ ഷൂട്ട് ചെയ്തത്. അപ്പം ഷാജിയേട്ടൻ ആ സമയത്ത് ജഗൻ ഉണ്ടാവുന്ന സമയത്ത് വന്നു. അപ്പൊ ആ സമയത്ത് സാർ 2 ദിവസം ഷൂട്ട് ചെയ്ത സമയത്താണ് ചന്ദ്രലേഖയുടെ കുറച്ച് പാക്ക് ഷോട്ട്സ് ഉണ്ടായിരുന്നു, മാമുക്കോയെ ഇടിക്കുന്നതൊക്കെ ആയിട്ടുള്ള സീക്വൻസ്. അതും കൂടി ഈ ഹരിമുരളീരവം പാട്ട് ഷൂട്ട് ചെയ്യുന്ന കൂട്ടത്തിൽ സാർ ഷൂട്ട് ചെയ്തു. അപ്പം സാറിനോട് പറഞ്ഞ് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ഷാജി പോയിരിക്കാടോ കുഞ്ഞുണ്ടാവും പോവാ എന്ന് പറഞ്ഞിട്ട് സാർ മെഡ്രാസിൽ നിന്ന് പോകുന്നത് ഞാനിപ്പോ വന്നപ്പോ എന്നോട് വന്ന് പറഞ്ഞ പ്രിയനെ ഏൽപ്പിച്ചേച്ചാ വന്നേ. ഞാൻ ഹോസ്പിറ്റലിൽ പോകാനായിട്ട് പോയപ്പോ എന്നോട് പറഞ്ഞു പോയിക്കോ, ഞാൻ ദാ വരുന്നു. എവിടത്? ഞാൻ ദാ വരുന്നു, പോയിട്ടോളാ. അപ്പോഴെന്നോട് പറഞ്ഞിങ്ങനെ ഞാൻ പ്രിയൻ സാറിനെ ഏൽപ്പിച്ചു. അപ്പൊ ചന്ദ്രലേഖയുടെ എഡിറ്റ് എല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് പാച്ച് ഷോട്ട്സ് ഉണ്ടായിരുന്നു, കുറച്ച് ഷോട്ടുകൾ ഉണ്ടാവുമല്ലോ, ക്ലോസപ്സ്, മിസ്സിംഗ് ഷോട്ട്സ്, മാമുക്കയുടെ ഒക്കെ ഷോട്ട്സ്, മാമുക്കയുടെ. അപ്പൊ ആ ഷോട്ട്സ് എല്ലാം സാർ മാർക്ക് ചെയ്ത് പേപ്പറിൽ എഴുതി വാങ്ങാൻ. അന്ന് ഈ ടൈപ്പ് ചെയ്ത് പ്രിന്റ് ചെയ്യുന്ന സമയം പേപ്പറിൽ എഴുതി വെക്കണം. അത് എഴുതി സാർ കവറിലാക്കി പറഞ്ഞിങ്ങനെ ഷാജി 3 ദിവസത്തേക്ക് ഉണ്ടാവില്ല, അപ്പോ ഞാനിന്ന് പോയി ഷൂട്ട് ചെയ്തിട്ട് വരാൻ. അപ്പൊ അതിന്റെ 6-ാം തമ്പുരാന്റെ ഷൂട്ടിംഗ് നടക്കുമ്പോൾ അതിന്റെ ബാക്കി ടൈമില് ഇതിന്റെ പാച്ച് ഷോട്ട്സ് കൂടെ എടുത്തിട്ടാണ് വന്നത്. സാർ എടുത്തു. ഓ പിന്നെ അല്ല, അപ്പൊ ആലോചിച്ച് നോക്കൂ, ഇപ്പോ ജഗന്റെ ഫിലിമിൽ അഭിനയിച്ചു എന്ന് പറഞ്ഞപ്പോ എന്റെ കാലം നിശ്ചയിച്ചിരിക്കുന്ന എന്താ അല്ലേ, ഭയങ്കര ഒരു അതിശയമായിരിക്കുന്നു. എനിക്കത് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇത് കാലം നിശ്ചയിക്കുന്നല്ലേ, അതാണ്. ഇതാണ് നമ്മളൊന്നും പ്രിപ്പയർഡ് ആവരുത്. ഇന്നത് ചെയ്യും നോക്കൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ദൈവം തമ്പുരാൻ എന്നാ നിശ്ചയിച്ചോ അതേ നടക്കത്തുള്ളൂ. ഞാനെന്നുള്ളൊരു ഈഗോ ഇല്ലാതെ മാറ്റി വെക്കുന്ന നല്ല നമ്മളായിട്ടിരിക്കുക സംഭവം, അതിന്റെ സന്തോഷം വളരെ വലുതാണ്. അത് മതി അല്ലെ, നമ്മൾ ഇന്നതാന്ന് പറഞ്ഞ് പോകാതിരുന്നാ പോലെ. നമ്മുടെ ലിമിറ്റേഷൻസ്, നമ്മുടെ കാര്യങ്ങൾ വെച്ച് നമ്മൾ ഹാപ്പി അല്ലെ. അത് ഓക്കെ. സാർ ഇപ്പൊ പറഞ്ഞു സാർ പ്രിയൻ സാറിന്റെ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്തു എന്നുള്ളത്.
അല്ലാതെ സർ ടിവിയിലും വർക്ക് ചെയ്തിട്ടുണ്ട്. Yeah. ഇപ്പോ ബിഹൈൻഡ് ക്യാമറ, ഫ്രണ്ട് ഓഫ് ദ ക്യാമറ, ഇപ്പൊ ബിഗ് സ്ക്രീനില് സർ ഒരു 3 ജേർണിയാ. ഒന്ന് സർ പറഞ്ഞ അതിന്റെ ആ ഒരു വരവും സർ എങ്ങനെയാ ഇതിലേക്ക് വന്നതെന്നും അതൊരു വലിയ കഥയാണ്. ഒത്തിരി അടുത്ത് നമ്മുടെ സുഹൃത്തുക്കളുടെ അടുത്തും ഇതുപോലെ ഇപ്പൊ ഈ അടുത്ത കാലത്ത് ഇന്റർവ്യൂസ് ഒക്കെ വരുമ്പോൾ അവരൊക്കെ പറഞ്ഞു കഴിഞ്ഞതാണ്. എന്നാലും ഒരു ഇച്ചിരി ഞങ്ങള് കുറച്ച് വീട്ടമ്മമാരും കൂടെ കേട്ടോ. പറയാം ശരിക്കും ആഗ്രഹം ഇതാണ്. ഒന്നാമത്തെ കാര്യം, നമ്മുടെ നാട്ടിലെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഒന്നും നമ്മളുടെ ഇഷ്ടങ്ങളിലേക്ക് എത്താനുള്ള രീതിയിലാണെന്ന് ചോദിച്ചാൽ തർക്കം നടക്കുന്നുണ്ട്. അപ്പോൾ ഞാനൊരു 10-16 വയസ്സിൽ അന്ന് ജോർജ് സാറിന്റെ അടുത്ത് ലെറ്റർ ഒക്കെ എഴുതി കൊടുത്ത് ജോർജ് സാറിന്റെ അടുത്ത് വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞ് കെ ജോർജ് സാറിന്റെ കൂട്ടത്തിൽ ഞാനൊരു 25 ദിവസം പോയി. അദ്ദേഹത്തിന്റെ സിനിമയിൽ അഭിനയിക്കൽ എന്നുകൊണ്ടാണ് പോയത്. പക്ഷെ ഞാൻ ആ സെറ്റിലെല്ലാം കറങ്ങി നടന്നു. ആദ്യമായിട്ട് പ്രൊഡക്ഷന്റെ ചാപ്പാട് കഴിക്കുന്ന അവിടെ നിന്നാണ്. അത് കഴിഞ്ഞിട്ട് ഡിഗ്രി കഴിഞ്ഞ സമയത്ത് ഇവിടെ പ്രൈവറ്റ് ചാനൽ, മലയാളത്തിലെ ഏറ്റവും ആദ്യത്തെ സ്വകാര്യ ചാനൽ ട്രിവാൻഡ്രത്തുണ്ടാവുന്നു. അപ്പോൾ അതിൽ എൻ്റെ ഏട്ടൻ പ്രൊഡക്ഷൻ കൺട്രോളറാണ്, സുധീർ എന്ന് പറയും. അപ്പോൾ അവിടെ തുടങ്ങി നമ്മുടെ. അപ്പോൾ വിഷ്വൽ മീഡിയ സിനിമ മാത്രമല്ലാതെ ദൂരദർശൻ മാറിയിട്ടൊരു സ്വകാര്യ ചാനൽ വരുന്നു. അപ്പൊ അതിന്റെ സാധ്യതകൾ കൂടുന്നത് നമ്മൾ കണ്ടു. അപ്പൊ സ്വാഭാവികമായിട്ട് സിനിമ മാത്രമല്ല നമുക്ക് പറ്റുന്ന സ്ഥലങ്ങൾ. അപ്പൊ എനിക്കിതില് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെന്ന് മനസ്സിലായി. യെസ്. അപ്പൊ അങ്ങനെ കൂടെ നിന്നു. ദെൻ ശിവപ്രസാദ് സാറിന്റെ കൂട്ടത്തിൽ വർക്ക് ചെയ്തു. ദെൻ 96-ലൊക്കെ. ഇതെല്ലാം ബിഹൈൻഡ് ദ ക്യാമറ അല്ലേ? അതെ അതെ സർ. പക്ഷെ ആഗ്രഹം സാറിന് ഫ്രണ്ട് ഓഫ് ദ ക്യാമറ എന്ന് പറഞ്ഞാലേ പോയേ? അല്ല, അങ്ങനെയല്ല. ഞാൻ ഫിലിം ഷൂട്ടിലേക്കൊക്കെ ആപ്ലിക്കേഷൻ കൊടുത്ത് സിനിമോട്ടോഗ്രഫിക്ക് അപ്ലൈ ചെയ്ത്. അഭിനയം തീർച്ചയായിട്ടും സിനിമയെ നമ്മളിലേക്ക് അടുപ്പിക്കുന്നതിൽ, സിനിമയിൽ എന്തെങ്കിലും ആവണം എന്ന് ആഗ്രഹിക്കുന്നത് നമ്മൾ അപ്രപാളികൾ കാണുന്ന നടന്മാരെയും നടിമാരെയും കണ്ടു. അപ്പം സ്വാഭാവികമായിട്ടും കുട്ടിക്കാലത്തും സിനിമ നമ്മളിലേക്ക് അല്ലെങ്കിൽ സിനിമയിലേക്ക് നമ്മൾ എത്തുന്ന നടന്മാരെയൊക്കെ കണ്ടിട്ട് തന്നെയാണ്. പക്ഷെ പിന്നീട് നമ്മൾ അതിന്റെ ടെക്നിക്കാലിറ്റീസ് ഒക്കെ മനസ്സിലാകുമ്പോൾ അല്ലെങ്കിൽ മനസ്സിലാക്കാനുള്ള ആഗ്രഹത്തിന്റെ ഭാഗമായിട്ട് ഞാൻ പിന്നീട് ഒരിക്കലും അങ്ങനെ ഫ്രണ്ടിലേക്ക് മാറി. യെസ്, നമ്മൾ അതിന്റെ പിന്നിൽ നിൽക്കാം, അതിന്റെ ടെക്നിക്കാലിറ്റീസ് മനസ്സിലാക്കണം. തന്നെയുള്ള ഈ സാധ്യതകളൊക്കെ ഉണ്ടല്ലോ എന്ന് പറയുന്നൊരു സാധനമാണ്. അപ്പോൾ എനിക്ക് വിഷ്വൽ മീഡിയയിലെ എല്ലാ സാധ്യതകളും എക്സ്പ്ലോർ ചെയ്യാന്നുള്ളത് തന്നെയായിരുന്നു ആഗ്രഹം. അതിനുശേഷം പ്രൊഡക്ഷൻ ഹൗസ് തുടങ്ങി, വേറൊരു ചാനലിൽ വർക്ക് ചെയ്തു, മൾട്ടിക്യാം ഷൂട്ട്സ് ചെയ്തു. സിനിമയിൽ അങ്ങനെ മൾട്ടിക്യാം ഷൂട്ട്സ് ഒക്കെ ഉണ്ടാവുന്ന ഈ അടുത്ത കാലത്താണല്ലോ. അത് കാര്യം ബജറ്റൊന്നും സമ്മതിക്കില്ല. ഇപ്പോൾ ബ്രഹ്മാണ്ഡ സിനിമകൾ വരുമ്പോൾ മാത്രമാണ്. പക്ഷെ 6 ക്യാമറ ഉണ്ടാവുക, അത് സ്വിച്ച് ചെയ്യുക, ഇതൊക്കെ ശരിക്കും വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്. സാറിന് ഇപ്പം ആ ഒരു ടേസ്റ്റ് അത് തന്നെയാണോ? ഇപ്പൊ ഫ്രണ്ട് ഓഫ് ദ ക്യാമറ വന്നു എന്ന് പറഞ്ഞു, മോന്റെ പടത്തിൽ അഭിനയിച്ചു. അപ്പം ഇപ്പോഴും ആ ടേസ്റ്റ് എങ്ങനെയാണ്? അതിങ്ങനെ വേവറിംഗ് ആണോ? ശരിക്കും നമ്മള് പറയുമ്പോൾ സിനിമയിലെ നടനും ടെക്നീഷ്യൻ അല്ലേ. ബാക്കി എല്ലാ ആൾക്കാരും മാറിയിട്ട് ഏറ്റവും ഒടുവിൽ എല്ലാവരും അവരെഴുതിയ തിരക്കഥ, പ്രൊഡക്ഷൻ, ലൊക്കേഷൻ, സിനിമ ഇന്നത് വേണം തീരുമാനിച്ച്, കോ ആർട്ടിസ്റ്റിനെ തീരുമാനിച്ച് എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ട് ക്യാമറ ഓൺ ആകുമ്പോൾ എത്തുന്ന ടെക്നീഷ്യനാണ് നടൻ. അപ്പൊ നമ്മളും ടെക്നീഷ്യൻസ് തന്നെയാണ്. അപ്പൊ ആ നിലയ്ക്ക് മറ്റുള്ളവരുടെ ഉത്തരവാദിത്തങ്ങളെല്ലാം നമ്മളിലേക്ക് ഏൽപ്പിച്ചിട്ട് ഫ്രണ്ടിൽ പോയി നിൽക്കുന്ന ടെൻഷനായിട്ടാണ് നമ്മളൊക്കെ പോയി നിന്നിട്ടുള്ളത് അല്ലേ. നമുക്ക് ശരിക്കും ഉണ്ട്, നമ്മൾ അതിനെ കുറിച്ച് ആലോചിച്ചാൽ വലിയ പ്രശ്നമാണ്. പക്ഷെ ഞാൻ അത്ര ആലോചിച്ചാൽ എന്ത് നല്ലതല്ലേ. അയ്യോ, ഇപ്പോഴത്ര ആലോചിക്കട്ടെ. എത്രയോ നാള്, എന്നാൽ വീണ്ടും ഒന്നുകൂടെ പറയാം, എത്രയോ നാള് മുമ്പ് ഒരു തിരക്കഥാകൃത്ത് ആലോചിച്ച് വെച്ച കഥാപാത്രമാവാൻ നമ്മൾ പോയി നിൽക്കുന്നത് എത്രയോ നാള് കഴിഞ്ഞാൽ, ചിലപ്പോൾ 1 വർഷമോ 2 വർഷമോ 10 വർഷം കഴിഞ്ഞിട്ടുള്ള സിനിമകളുണ്ട്. അപ്പോൾ അവരുടെ എത്രയോ നാളത്തെ സ്വപ്നത്തിലെ കഥാപാത്രമായി നമ്മൾ അവിടെ പോയി നിൽക്കേണ്ടി വരുന്ന ഒരു വലിയ റെസ്പോൺസിബിലിറ്റി നമുക്കുണ്ട്. അപ്പൊ അതിലേക്ക് എത്തലാണ്. പിന്നെ നമ്മൾ എന്ത് കാണിച്ചാലും ഈ 4 വരയ്ക്കകത്താണല്ലോ കാണുന്നത്. അപ്പൊ ആ റെസ്പോൺസിബിലിറ്റി, അപ്പൊ ആ സിനിമയ്ക്കകത്തുണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. പക്ഷെ സെക്കൻഡ് സാർ പറഞ്ഞ വേർഷൻ ഞാൻ പൂർണ്ണമായി അംഗീകരിക്കുന്നു. കാര്യം അത് ഞാൻ ശരിക്കും അത്രയും ഡെഡിക്കേഷനോ കൂടിയാണ് ഞാൻ ചെയ്ത ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുള്ളത്. പക്ഷെ ടെക്നിക്കൽ വൈസ് പറഞ്ഞപ്പോ എനിക്കൊന്നും മനസ്സിലായില്ല, അത്ര ബുദ്ധിയില്ല കേട്ടോ. അതായിരിക്കും സത്യം. അപ്പൊ ഈ ഒരു ബിസി ഷെഡ്യൂളിന്റെ ഇടയിൽ സാർ ഇദ്ദേഹത്തെ എങ്ങനെ കണ്ടുപിടിച്ചു? ഞാൻ ഒരു ചാനലിൽ വർക്ക് ചെയ്യുമ്പോൾ ആ ചാനലിൽ ഒരു മ്യൂസിക് പ്രോഗ്രാം, അതിൽ മത്സരിക്കാൻ വന്ന മത്സരാർത്ഥിയാണ് ഇപ്പൊ എന്റെ അടുത്തിരിക്കുന്നത്. എങ്ങനെയായിരുന്നു? വന്ന് ആദ്യമേ പറഞ്ഞോ? വന്ന് കയറി ഫസ്റ്റ് ഓഡീഷന് നിന്നപ്പോഴേ നോട്ടം ഇട്ടോ? ഞാൻ നോക്കുന്നതിനൊക്കെ മുമ്പ് വേറെ ആൾക്കാർ നോക്കി തീരുമാനിച്ചു. അതെ, അല്ല അവര് തീരുമാനിച്ച്, അല്ല അവര് ശ്രീകാന്തിന് പറ്റിയ ആളൊരാൾ ഇവിടെയുണ്ട്, പാടാൻ വന്നിട്ടുണ്ട്, പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് സംസാരിക്കാമെന്ന് ആ പ്രോഗ്രാമിന്റെ ആങ്കർ എന്നോട് പറയുന്നു ഹെഡ്ഫോണില്. അല്ല ചിലതങ്ങനെയല്ലേ, കാണുമ്പോ തന്നെ നമുക്ക് തോന്നില്ലേ. ടേസ്റ്റ് നേരത്തെ പറഞ്ഞോ? അല്ല, നമ്മുടെ ഒരു സ്വഭാവം അറിയാവുന്നതുകൊണ്ട് നിങ്ങൾക്ക് പറ്റിയ ഒരാളായിരിക്കും. ഒന്നൊന്ന് പറഞ്ഞ സ്വഭാവം ഞങ്ങളൊന്ന് കേൾക്കട്ടെ. അല്ല അങ്ങനെയില്ല, പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എന്താ പറയാ, അതെ പാട്ടുകാര് എനിക്ക് വലിയ ആഗ്രഹമാണ്. പാട്ട് നമ്മളെ കൊണ്ട് പാടാൻ പറ്റില്ല. അപ്പോൾ പാട്ട് കുട്ടിക്കാലം മുതൽ നമുക്ക് വീട്ടിലെല്ലാവരും പാടും, അച്ഛൻ പാടും, നന്നായിട്ട് പാടും. പിന്നെ അങ്ങനെയൊക്കെ ഒരു ബാക്ക്ഗ്രൗണ്ടിലായിരുന്നു ഞാൻ. പിന്നെ വള്ളുവനാടൻ കുട്ടിയെ ഭയങ്കര ഇഷ്ടമായിരുന്നു. എന്റെ സ്ലാങ് ഭയങ്കരമായിട്ട് വള്ളുവനാടൻ സ്ലാങ് ആണ്. അങ്ങനെ നമുക്ക് വർത്താനം പറഞ്ഞാലോ? ഞാനുമായിട്ട് എവിടെ തോന്നുന്നു, നമുക്ക് ശ്രമിച്ചാൽ ആയിക്കോട്ടെ.
ചോദിക്കും. അവസാനം ഞാൻ അങ്ങോട്ടാവോ? ആയിക്കോട്ടെ കുട്ടിയെ പോരുക എന്നൊക്കെ പറയേണ്ടി വരുമോ? ഞാൻ ഇടയ്ക്ക് പറയാൻ ഉദ്ദേശിച്ചു, പല ആൾക്കാരും ഇപ്പൊ കുറച്ചു മുമ്പ് നമ്മൾ സംസാരിക്കുമ്പോൾ പല ആൾക്കാരും പറയാറുണ്ട്, നമ്മൾ ഒരു ചാനലിലെ ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു മീഡിയയില് നമ്മൾ സംസാരിക്കുമ്പോൾ മീഡിയയുടെ ഒരു ലാംഗ്വേജ് ഉണ്ട്, അതിലേക്ക് പല ആൾക്കാരും സ്വിച്ച് ചെയ്യാറുണ്ട്. അങ്ങനെ ഉണ്ടെന്നാണല്ലോ പറയാം. ഇപ്പം ന്യൂസ് റീഡേഴ്സ് ഒക്കെ ഒരു പ്രത്യേക ഗ്രൂപ്പിലേക്ക് വരും. മറിച്ച് ഞാൻ ആനീസ് കിച്ചണിൽ അതല്ല ഞാൻ കണ്ടത്. അത് ഒത്തിരി കോൺട്രവേഴ്സീസ് ഉണ്ടായെന്ന് എനിക്കറിയാം. പക്ഷെ എനിക്ക് അത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. കാരണം ഞാനും കോട്ടയത്തിന് അടുത്തുള്ള സ്ഥലത്തുള്ള ആളാണ്. എനിക്ക് കോട്ടയംകാരുടെ ഭാഷ സീരിയസ്ലി കോംപ്ലിമെന്റ് എടുത്തോളൂ. ഏതായാലും അതിൽ നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്യാന്ന് പറയുന്നത് വളരെ ധീരമായ എന്റെ പൊന്നു സാറേ, ഞാനുള്ള നേര് പറയട്ടെ, എന്റെ പ്രേക്ഷകർ ഞാൻ എന്നാന്നറിയോ, ശരിക്കും പറഞ്ഞ കമന്റ്സ് നോക്കുവേ, അന്നേരം അതിനകത്ത് ഞാൻ പറയുകയും ചെയ്തു കഴിഞ്ഞ എപ്പിസോഡിൽ. എന്നാന്ന് വെച്ചാ ചേച്ചി എന്നെ എത്ര ആർട്ടിഫിഷ്യൽ ആവുന്നേ, എന്നത്ര ഇങ്ങനെയൊക്കെ വർത്താനം പറയുന്നത്. ഞാൻ ഇത് മാറിയാൽ ഞാൻ അല്ലാതാവുകയല്ലേ, ഈ പറഞ്ഞ പോലെ അച്ചടി ഭാഷയൊക്കെ ഞാൻ പറയേണ്ടി വരും. എന്നെ കൊണ്ടൊന്നും പറ്റിയേയില്ല അത്. ഞാൻ ഏറ്റുമാനിന്റെ അടുത്ത് കുറവളങ്ങാട് കോളേജിലാണ് പഠിച്ചത്. അപ്പൊ കോട്ടയംകാരെന്ന് പറഞ്ഞാൽ എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ് ഇപ്പോൾ. അപ്പൊ എനിക്ക് സത്യം പറഞ്ഞാൽ കോട്ടയംകാർ നല്ലതെന്ന് തീർച്ചയായിട്ടും അത് നമുക്ക് വീണ്ടും ഞാൻ പറഞ്ഞാൽ പുറത്തൊക്കെ ഇപ്പം നമ്മൾ ഷൂട്ടിങ്ങിനായിട്ട് പലയിടങ്ങളിലേക്കും പോകും. അപ്പൊ ഇവിടെയൊന്നും അല്ലാത്ത സമയത്ത് നമുക്കൊരു ആശ്വാസമാണ് ആനീസ് കിച്ചൺ എപ്പോഴെങ്കിലും എടുത്ത് നമ്മുടെ നാട്ടിലെ ഒരാൾ, അത്രേ ഉള്ളൂ, നമ്മുടെ നാട്ടിലെ ഒരാൾ കൊള്ളാം എന്നൊരു തോന്നല്, അത്രേ ഉള്ളൂ. പിന്നെ ഓഫ് കോഴ്സ് ഇത് കാണുമ്പോഴൊക്കെ ആലോചിക്കാറുണ്ട്, ഇത് എങ്ങനെയാ എന്റെ ഒരു പരിപാടി റിയൽ ആണോ, ഉണ്ടാക്കുന്നത് എല്ലാവർക്കും വയറ് നിറച്ച് കഴിക്കാൻ. അതിനകത്ത് എല്ലാവരും ചോദ്യം ചോദിക്കുന്നത്, ചേച്ചി ഇത് തന്നെയാണോ ഉണ്ടാക്കുന്നതെന്ന് എല്ലാവരും ചോദിക്കൂടെ വന്നേച്ച്. ഞാൻ പറഞ്ഞു, ഞാൻ എന്റെ പ്രേക്ഷകർ സാക്ഷിയാന്നേ, ഞാൻ ഈ ഉണ്ടാക്കുന്നതെല്ലാം അവര് കാണുന്നതല്ലേ. അന്നേരം ഞാൻ അല്ലേലും ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ ചതിക്കുകയല്ല. അത് വിശ്വാസാ, എന്റെ വിശ്വാസമില്ല എന്നെ, ഞാൻ ചതിക്കുകയല്ല. അപ്പൊ ഇതെല്ലാം ഞാൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയത് തന്നെയാ. സാറിന് പറ്റിയ ഒരാള് വന്നു എന്ന് പറഞ്ഞു. പാട്ടിലുള്ള എന്റെ ഇഷ്ടം തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു കാരണം. പിന്നെ എന്താ പറയാ, അല്ല സ്വാഭാവികമായിട്ടും നമ്മുടെ പ്രായം 17-28 വയസ്സായി, കല്യാണം കഴിക്കണം എന്ന തീരുമാനം നിർബന്ധിക്കൽ അല്ലെങ്കിൽ അവരിങ്ങനെ പറയുന്നുണ്ട്. ഞാനൊരു ആൺകുട്ടി മാത്രം, രണ്ട് ചേച്ചിമാരാണ് എനിക്ക്. അപ്പം ആലോചിച്ചാലോ, ഞാൻ വളരെ സീരിയസ് ആയിരുന്നു. അപ്പോ സംഗീതയുടെ കാര്യം വീട്ടിൽ ഞാൻ പറയുന്നു, അച്ഛനും സംഗീതയുടെ അച്ഛനും നമ്മൾ സംസാരിക്കുന്നു. 17 വയസ്സേ ഉള്ളൂ അപ്പൊ സംഗീതയ്ക്ക്. അപ്പൊ ആ സമയം അപ്പൊ 3 വർഷം വെയിറ്റ് ചെയ്തു. ഞാൻ പ്രീ ഡിഗ്രി കഴിഞ്ഞ് ഡിഗ്രി ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ എക്സാം ആങ്കർ പറഞ്ഞായിരുന്നല്ലോ സാറിന് പറ്റിയ ഒരാളെ ഇവിടെ അന്നേരം കണ്ടായിരുന്നോ പുള്ളിക്കാരത്തിയില്ല? പ്രോഗ്രാം നടക്കുകയല്ലേ, അത്രേ ഉള്ളൂ. പ്രോഗ്രാം സെലക്ഷൻ നടക്കുന്നു, പാട്ട് പാടുന്നത് കാണുന്നു. ലവ് അറ്റ് ഫസ്റ്റ് ആയിട്ടാണ്? ഇല്ലാന്നേ, ലവ് അറ്റ് ഫസ്റ്റ് ആയിരുന്നില്ല. മുഖമൊക്കെ ചുളിപ്പിച്ചു. ഭയങ്കര പ്രാക്ടിക്കൽ ആയിട്ട് കാണുന്ന ഒരാളാണ്. അപ്പോ പറ്റിയ ആളാണെന്ന് തോന്നുന്നു. ശരി, അങ്ങനെയുള്ളൊരു ലെവലാണ്. ചാനലിൽ വർക്ക് ചെയ്യുന്ന സമയം ഞാൻ സാറിന്റെ അടുത്ത് പറയും, സാറിന്റെ അടുത്ത് നിന്ന് ഒരു ബ്രേക്ക് എടുത്തിട്ട് ഞാൻ ചാനലിൽ വർക്ക് ചെയ്യണം. നമുക്ക് സ്വന്തമായിട്ട് എത്രമാത്രം ചെയ്യാൻ പറ്റും, അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസമുണ്ടല്ലോ. അപ്പം അത് പറഞ്ഞിട്ട് ഞാൻ സാറിന്റെ അടുത്ത് വന്നത്. അപ്പം സ്വാഭാവികമായിട്ട് എനിക്ക് പിന്നീട് തിരിച്ചും സാറിന്റെ അടുത്ത് പോയി ജോയിൻ ചെയ്യണം. അന്ന് സാർ ഹിന്ദിയിലൊക്കെ ഫിലിം ചെയ്യുന്ന സമയം. അപ്പൊ നമ്മുടെ ഹൊറൈസൺസ് അങ്ങനെയാണ്. അപ്പൊ അതിനിടയ്ക്ക് നമ്മളൊരാളെ കാണുമ്പോ കണ്ടു, മറ്റാൾക്കാർ, നമ്മുടെ സുഹൃത്തുക്കളെ, ക്യാമറമാനും, ഞാൻ ഓരോ പേരൊക്കെ പറഞ്ഞാൽ അറിയാവുന്ന, ഞാൻ ഈ ആങ്കറിന്റെ അടക്കം പേര് പറഞ്ഞാൽ വളരെ അറിയാവുന്ന ആൾക്കാരാണ്. പിന്നെ പറയണ്ട, ആയിക്കോട്ടെ, എങ്ങനെയാവട്ടെ. അപ്പൊ അവരൊക്കെ പറയുമ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത് ഇങ്ങനൊരു സാധ്യതയുണ്ടല്ലോ. അപ്പോ അത് പക്ഷെ മനസ്സിൽ വെച്ചു. സ്വാഭാവികമായിട്ടും കാണാറുണ്ട് ചാനലുകളിൽ വെച്ച്, മറ്റു പ്രോഗ്രാംസിനൊക്കെ. സംഗീതത്തിൽ ഇങ്ങോട്ട് വന്നാന്നോ പറഞ്ഞേ? എന്നാ പറഞ്ഞേ? ഒന്നും സംഭവിച്ചിട്ടില്ല ആക്ച്വലി. കാരണവന്മാര് സംസാരിച്ചതിന് ശേഷം ഞങ്ങൾ തമ്മിൽ ഫോണിൽ സംസാരിച്ചു. അതായത് സാർ ചെന്ന് വീട്ടിൽ പറഞ്ഞു, അപ്പൊ അവരായിട്ട് മൂവ് ചെയ്തു. അപ്പോഴാ സംഗീതം അറിയാം. വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള എല്ലാ വശങ്ങളും എന്നെ ആദ്യം പറഞ്ഞു അത് ഞങ്ങൾ തമ്മിൽ സംസാരിക്കുന്നത്. അതിനുശേഷം ധരിപ്പിച്ചു, ഇതൊക്കെയാണ്, ഇങ്ങനെയൊക്കെയാണ് ജീവിതം ഉണ്ടാവുക. ഓക്കെ ആണെങ്കിൽ എനിക്ക് ഇപ്പോഴും കൺഫ്യൂഷൻ, ഇപ്പോഴും എന്റെ ഒരു കൺഫ്യൂഷൻ അറിയോ, ചുമ്മാ അങ്ങ് പോയി പറയാനൊക്കത്തില്ലല്ലോ. ഇപ്പൊ പാട്ട് പാടുന്ന കുട്ടി, സോറി ഡയറക്ടർ, ഓക്കെ നമ്മൾ കണ്ടു, ഓക്കെ, ബാക്കി ക്രൂ മെമ്പേഴ്സ് എല്ലാം പറഞ്ഞു ഇന്ന ആള് ഓക്കെ ആണ്. പരിചയപ്പെടുന്ന സമയത്ത് സാറിനുള്ളിൽ ഉണ്ടാവും. ഇല്ല, അല്ല, ഇത് ഓൾറെഡി എന്നോട് പറഞ്ഞിരിക്കുകയല്ലേ. സംഗീതം അറിയുന്നില്ലല്ലോ. ഞാൻ പറയട്ടെ, എന്നോട് ഓൾറെഡി പറഞ്ഞിട്ടുള്ള പിന്നീട് നമ്മൾ ആ പെൺകുട്ടിയെ കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ ഇത് അദ്ദേഹം പറഞ്ഞത് ശരിയാണോ അല്ലേ, ശരിയാണോ അല്ലേ, എന്റെ പ്രായം എനിക്കും വരുന്നുണ്ട്.
വൈബുകൾ തമ്മിൽ കൂട്ടിമുട്ടുണ്ടല്ലോ. ഞങ്ങൾ പിന്നെ കണ്ടു, ഞങ്ങൾ തമ്മിൽ സംസാരിച്ചു. സംഗീത എന്നെ വിളിച്ച് വീണ്ടും പറയുന്നു ഐ നോ ക്രഷസ് എന്താണെന്നും റിയൽ ആയിട്ടുള്ള അഫെക്ഷൻ എന്താണെന്നൊക്കെ മനസ്സിലാക്കാനുള്ള പ്രായമൊക്കെ എനിക്കായി എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഇതല്ല ഏജ്, ഒരു ഡിഗ്രി കഴിഞ്ഞിട്ടില്ലല്ലോ, ഈ സമയത്ത് അങ്ങ് കല്യാണം കഴിച്ചാൽ ശൈശവവിവാഹത്തിന് എനിക്കെതിരെ കേസെടുക്കും, അപ്പൊ നമുക്ക് ബാലവിവാഹത്തിന് കേസെടുക്കൊണ്ട് വെയിറ്റ് എന്ന് പറഞ്ഞു. ദെൻ പാരന്റ്സിനോട് പറയുന്നു, പാരന്റ്സ് അത് അറിയുന്നു, അവർ സംസാരിക്കുന്നു. ദെൻ എന്റെ അച്ഛൻ എന്നോട് പറയുന്നു ശ്രീകാന്ത് ഡിഗ്രി കഴിയട്ടെ കുട്ടിയുടെ എന്ന് പറയുന്നു. ഡിഗ്രി കഴിയുന്നവരെ ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നു. ഡിഗ്രി കഴിഞ്ഞ് എക്സാം കഴിയുമ്പോൾ ഞാൻ ഗരം മസാല എന്ന് പറഞ്ഞ ഫിലിം, നമ്മുടെ ബോയിങ്ങിന്റെ ഫിലിമിന്റെ ഷൂട്ട് മൗറീഷ്യസിലായിരുന്നു. അവിടുന്ന് ഷിഫ്റ്റ് ചെയ്ത് ബോംബെയിൽ വന്നപ്പോൾ 6th അപ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഭലക്ക് ദേഖൂ എന്നുള്ള സോങ് ഇല്ലേ, ആ സോങ്ങിന്റെ ഷൂട്ട് നടക്കുമ്പോൾ ഞാൻ ഇവിടുന്ന് പോകുന്നു. ഞാൻ പോകുന്നു 6th വന്നു, 7th ഡ്രസ്സൊക്കെ എടുത്ത് ഞങ്ങള് 8th അയനിയൂണ് എന്നൊരു ചടങ്ങുണ്ട് വിവാഹത്തിന്റെ തലേന്ന്. 8th അയനിയൂണ്, 9th കല്യാണം. അങ്ങനെ ഇനി കുറച്ചു നേരമായിട്ട് ഞങ്ങൾ സംസാരിക്കുമായിരുന്നു, പക്ഷെ സംഗീതയോട് ഇതുവരെ ഞാനൊന്നും സംസാരിച്ചില്ല. ഫസ്റ്റ് സോങ് ഏതായിരുന്നു പാടിയത്? ഫസ്റ്റ് സോങ് ഛോട്ടാ മുംബൈ എന്ന മൂവിയിലാണ് പാടിയത്, പൂനില മഴ തന്നെ. പക്ഷെ അത് ഓൺ ദ സ്ക്രീൻ വന്നില്ല, അത് ഷൂട്ട് ചെയ്തില്ല സിനിമയ്ക്ക് വേണ്ടിയിട്ട്. അപ്പൊ മറ്റൊരു കോയിൻസിഡൻസ്, ഞാനിവിടെ ഇരിക്കുമ്പോൾ ആനി ചേച്ചിയുടെ ഷാജി സാറിന്റെ മൂവിയിൽ ടൈം എന്ന മൂവിയിലാണ് എന്റെ ശബ്ദം ആദ്യമായിട്ട് ഒരു ഓൺ സ്ക്രീനില് എന്റെ കൊച്ചിനെ പറ്റിയും കേട്ടു, എന്റെ ഏട്ടനെ പറ്റിയും കേട്ടു. നല്ല പാട്ടാ, എനിക്കൊന്ന് പാടിത്തരാമോ? എന്താ നല്ല പാട്ടാ, ഞാൻ ഏട്ടനോട് എപ്പോഴും പറയട്ടെ, ഭയങ്കര നമുക്കൊരു ടച്ചിങ് ആ പാട്ട് അല്ലേ. ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ഞാനും അമ്മയും കൂടിയിട്ട് സരിതയിൽ പോയിട്ടാണ് മൂവി കണ്ടത്. അപ്പൊ ഭയങ്കര എക്സ്പീരിയൻസ്, ഭയങ്കര എന്താ പറയാ, ലൈഫ് ടൈമിൽ മറക്കാൻ പറ്റാത്തൊരു അനുഭവമായിരുന്നു. എന്റെ ശബ്ദം ഒരിക്കലും ഞാൻ വിചാരിക്കാത്തൊരു കാര്യമാണ്. എന്റെ ഏട്ടൻ നിമിത്തായി. തീർച്ചയായിട്ടും എന്റെ ദേവി നന്നായിരിക്കട്ടെ. എന്റെ ഏട്ടൻ ഇങ്ങനെ എന്താ പറയാ, നിമിത്താവുന്നവരൊക്കെ ഏറ്റവും ഹൈറ്റ്സിലെത്തേ അതാണ് ഗ്യാരണ്ടി. ഓ ഒന്ന് പാടിത്തരോ പാട്ട്? ഒരു രാപ്പു പുല്ല് പായിൽ നീ വരതങ്ക തമ്പുരു വരൂ, ശിവഗംഗാ തീർത്ഥം തേടുവാ, ഒരു പാവം വൈകയായി ഞാൻ പ്രണയത്തിൻ ചന്ദനം തരാം, തിരുനെറ്റി കണ്ടേ കൺമണി. ആ ഇച്ചിരി മഴനൂലുകളിൽ മുല്ലമൊട്ടുമണികൾ മനസ്സോടൊരു മന്ത്രം മൊഴിഞ്ഞു, നിന്നെ ഞാൻ അറിയും പോലെ, നിന്നിൽ ഞാൻ അലിയും പോലെ, കുരുനീളം പൂക്കൾ പറന്നു. ഇതിന്റെ റെക്കോർഡിംഗ് ഞാൻ ഇപ്പോഴും ഇങ്ങനെ ഓർക്കുന്നു. രാഹുൽ ഞങ്ങളുടെ ഒരു ഫാമിലി മെമ്പറെ പോലെയാണ്. ഞാനും രാഹുലും കൂടി ഇതിന്റെ റെക്കോർഡിംഗ് കഴിഞ്ഞിട്ട് ഉടനെ ഞങ്ങള് വള്ളിക്കാവിൽ അമ്മയെ കാണാൻ പോയി. അപ്പം അമ്മയുടെ അടുത്ത് ചെന്നപ്പോ മോനെ ഷാജിമോൻ വന്നിരുന്നു, നിന്റെ പാട്ടൊക്കെ അടിപൊളിയായെന്ന് ഷാജിമോൻ പറഞ്ഞു എന്ന് അമ്മ രാഹുലിനോട് പറഞ്ഞു. അപ്പൊ എനിക്ക് പെട്ടെന്ന് കത്തിയില്ല. അപ്പൊ ഷാജി സാറിനെ കുറിച്ച് പറഞ്ഞതാണെന്ന് ഞാൻ ഇപ്പോഴും ഓർക്കുന്നത്. ഏട്ടൻ ശരിക്കും വിശേഷമൊക്കെ ഉണ്ടെങ്കിലും അമ്മയോട് ആദ്യം പറയും, എല്ലാം ചെയ്യും. കാര്യം എന്താ പറയാ, വർഷങ്ങളായിട്ടുള്ളൊരു അമ്മ മകൻ ബന്ധമാണ് അമ്മയായിട്ടുള്ളത്. ശരിക്കും സംഗീത, അന്ന് നമ്മള് ഫിലിമിൽ ഇത് കേൾക്കുമ്പോ ഉണ്ടല്ലോ, എനിക്കിപ്പോ ഭയങ്കര സ്വീറ്റ് ആയിട്ട് ഫീൽ ചെയ്തു. പക്ഷെ ഫിലിമിനകത്ത് കേൾക്കുമ്പോ ഉണ്ടല്ലോ, ആ സ്വീറ്റ്നെസ് ഉണ്ട്, അറ്റ് ദ സെയിം ടൈം ഒരു കുറച്ച് ബേസ് ടോണും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാൻ റെക്കോർഡിങ്ങിന് പാടിയത്. പക്ഷെ അത് ആ സ്ക്രീനിൽ കേൾക്കാനില്ലേ ഒരു വെറൈറ്റി സൗണ്ട് ആയിരുന്നു. ഭയങ്കര രസമായിരുന്നു. അപ്പൊ ഞാൻ ഏട്ടനോട് പറയും ചെയ്തേട്ടാ, ഈ ഒരു വോയിസ് ഭയങ്കര രസമുണ്ട്. ഇപ്പൊ കുറച്ച് ജലദോഷവും കൂടി ഉള്ളതുകൊണ്ട് ആ ടോൺ വരുന്നില്ല. ഇതൊന്നും പറയാൻ ഞാനൊന്നും അല്ല, ബട്ട് സ്റ്റിൽ നമുക്ക് പാട്ട് ഒത്തിരി ഇഷ്ടമുള്ളതുകൊണ്ടല്ലേ. വേറൊരു നിമിത്തവും കൂടി ഞാൻ പറയാം. ഇത് ഞാൻ ശരിക്കൊരു ഡെമോ, ഒരു എന്താ പറയാ, ട്രാക്ക് പാടിയ പോലെ പാടിയതാണ്. പിന്നെ 2-3 വേറെ വലിയ സിംഗേഴ്സ് ഒക്കെ പാടി. ഇതിന് ശേഷമാണ് ഇത് അവസാന നിമിഷം, അവസാന റൗണ്ടില് മ്യൂസിക് ഡയറക്ടർ രാഹുലേട്ടനും ഷാജി സാറും നേരത്തെ ആദ്യം പാടിയ കുട്ടിയുടെ വോയിസ് തന്നെ മതി എന്ന് തന്നെ ട്രാക്ക് പാടുകയാണ് എന്ന് സംഗീതയോട് പറഞ്ഞിരുന്നു. ഒട്ടും പ്രതീക്ഷിക്കേണ്ടെന്ന് പറഞ്ഞിരുന്നു. പിന്നെ രാഹുൽ അന്ന് ഗിരീഷേട്ടന്റെ കൂട്ടത്തില് ലൊക്കേഷനിലേക്ക് ട്രാവൽ ചെയ്ത കഥയൊക്കെ പറഞ്ഞു. അപ്പം അത് കഴിഞ്ഞിട്ട് രാഹുൽ വന്നിട്ട് പാട്ട് കേൾപ്പിച്ചിട്ടുണ്ട്.
വേറെ വോയിസ് ഞാൻ ട്രൈ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. ദെൻ 2-3 പേരുടെ വോയിസ് അപ്പോഴൊക്കെ നമ്മൾ എപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നവരാണ്. ഇന്നയാളെ കൊണ്ട് പാടിച്ചു, ഇന്നയാളെ കൊണ്ട് പാടിച്ചു, ഇന്നയാളെ കൊണ്ട് പാടിച്ചു എന്നൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മൾ മാനസികമായി നമ്മൾ സെറ്റായി, നമ്മളില്ല. ബട്ട് ലാസ്റ്റ് രാഹുൽ പറഞ്ഞു ഫൈനൽ മിക്സിംഗ് നടന്നു. അപ്പൊ ഫിലിം ഇറങ്ങണേന്റെ ഒരു 1-2 ദിവസം മുമ്പാണ് ഈ ഒരു സർപ്രൈസ്. ശരിക്കും എന്താ പറയാ, ഗോൾഡൻ ബട്ടൺ പ്രസ് ചെയ്ത മാതിരിയാ അല്ലേ? അപ്പൊ ആ ജേർണി ഒക്കെ ഞാനിപ്പോ ഓർക്കുന്നു. എന്റെ ദേവി, എന്റെ ഏട്ടനൊരു നിമിത്തമെങ്കിൽ ഈശ്വരൻ ധാരാളം അനുഗ്രഹിക്കട്ടെ, അതേ ഞാനും പ്രാർത്ഥിക്കുള്ളൂ സത്യം. ഇനി എന്റെ ഏട്ടന്റെ ഫിലിം പോയിട്ട് പിന്നെ ഏതൊക്കെ ഫിലിമില് പാടിയിട്ടുണ്ട്? പിന്നെ ചട്ടക്കാരി, എം ജയചന്ദ്രൻ സാറിന്റെ 2-3 ഫിലിംസ് പാടി. അതിൽ ചട്ടക്കാരി എന്ന മൂവിയിലെ ഓ മൈ ജൂലി എന്നുള്ള പാട്ട് ശ്രദ്ധിക്കപ്പെട്ടു. പിന്നെ ബിജുപാൽ സാറിന്റെ, ബിജയേട്ടന്റെ കുറെ നല്ല പാട്ടുകൾ പാടിയിട്ടുണ്ട്. അതിൽ മഹേഷിന്റെ പ്രതികാരം എന്നുള്ള സിനിമയിലെ പാട്ട് ശ്രദ്ധിക്കപ്പെട്ടു. പിന്നെ ഒരു മുറൈ വന്ന് പാർത്ത എന്ന ഫിലിമില് വിനു തോമസിന്റെ മ്യൂസിക് ഡയറക്ഷനില് അരികിൽ പതി എന്നുള്ള പാട്ട് അത്യാവശ്യം ശ്രദ്ധിക്കപ്പെട്ടു. രാഹുൽ രാജിന്റെ ഒരു തെലുങ്ക് സിനിമയിൽ പാടിയില്ലേ? അതെ. അപ്പൊ തെലുങ്കൊക്കെ നമുക്ക് നല്ല വശമുണ്ടോ? ഇല്ല, ഡിക്ഷനിൽ ശ്രദ്ധിക്കും അങ്ങനെ. പിന്നെ ഓവറോൾ ആ ഒരു പാട്ടിന്റെ മൂഡ് എന്താണ്, എന്താണ് അത് കൺവേ ചെയ്യണേ എന്നുള്ളത് മൂഡ് നമുക്ക് പറഞ്ഞു തരും. പിന്നെ ഡിക്ഷനിൽ വളരെയധികം ഓരോ വേർഡ്സും ശ്രദ്ധിച്ചാണ് പാടാറ്. ഇപ്പൊ ഈ അടുത്ത് എന്റെ സിനിമയിൽ പാടി എബിയിലെ നല്ലൊരു പാട്ട് ഒരു ഗ്യാപ്പ് കിട്ടണ്ടേ. എബിയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് എബി സിനിമ ഇറങ്ങിയ സമയത്താണ് ആദ്യത്തെ ആനീസ് കിച്ചണില് സംഗീതയും സൗമ്യയും കൂടി വരുന്നത്. ആ പാട്ടൊന്ന് പാടിയേ. ഓ നോക്കട്ടെ, എന്റെ ഏട്ടനാണ് ഇത് നല്ലത്. ഇരുചിറകറിയാതെ മലനിരകളിൽ മുകിലലകൾ, ഡയറക്ടർ അടുത്തിരിപ്പുണ്ട്. മലനിരകളിൽ മുകിലലകളിൽ ആകാശമേ ആകാശമേ അമ്മയെ പോലെ കൊറേ നാളായി പാട്ട് പാടിയിട്ട്. ആദ്യം കമ്പോസ് ചെയ്യുന്ന പാട്ടാണ്. ഭയങ്കര രസമുണ്ട് കേട്ടോ. ആദ്യം കമ്പോസ് ചെയ്യുന്ന പാട്ടാണ്. ബിജി ആദ്യം ചെയ്യുന്ന ട്യൂൺ തന്നെ നമ്മൾ ലോക്ക് ചെയ്യുന്നു. റഫീഖ് അഹമ്മദ് വളരെ ചെറിയൊരു ബ്രീഫ് അദ്ദേഹത്തെ കൊടുക്കുന്നു. അദ്ദേഹം നമ്മൾ അവിടുന്ന് വണ്ടി കയറി കുന്നംകുളത്ത് വീട്ടിൽ പോയിട്ടാണ് പറയണത്. ഞങ്ങൾ വണ്ടി കയറി തിരിച്ചിവിടെ എത്തി. അന്ന് വൈകിട്ട് തന്നെ നമുക്ക് ലിറിക്സ് കിട്ടുന്നു. അങ്ങനെ ആദ്യത്തെ സിനിമയിൽ എല്ലാവരും വലിയ സ്വപ്നമല്ലേ. എത്രയോ നാള് സംവിധാന സഹായിയാക്കിയിട്ട് പണിയെടുത്തിട്ട് 2006 ഞാൻ പ്രിയൻ സാറിന്റെ അടുത്ത് പോന്നിരുന്നു. 2016 എനിക്ക് 10 വർഷം കാത്തിരുന്നിട്ടാണ് ഒരു സിനിമ ചെയ്യാൻ പറ്റുന്നത്. എല്ലാവരും കഥ പറഞ്ഞു, പക്ഷെ വിനീത് ശ്രീനിവാസനാണ് നമുക്ക് ഡേറ്റ് തന്നത്. അപ്പൊ ഒത്തിരി യാത്രയാണ്. അപ്പൊ എനിക്ക് ഈ പാട്ട് എല്ലാ കാലത്തും ഇനിയിപ്പോ എത്ര സിനിമ ചെയ്താലും എന്തെല്ലാം രീതിയിൽ സിനിമയിൽ ഞാൻ ഉണ്ടായാലും എന്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഒരു എക്സ്പീരിയൻസ്. നമ്മുടെ ആദ്യത്തെ കുഞ്ഞെന്ന് പറയുമ്പം എത്രയായാലും നമുക്ക് എന്നും പ്രിയപ്പെട്ടതാണ്. ഈ സംഗീതത്തിൽ ഇപ്പം മിക്ക കുട്ടികളും പാടുന്നുണ്ട്. കുറെ പേര് കുറെ ആൾക്കാർ ഇമിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഒരു നല്ലതായിട്ട് പാടുന്ന ഒരു കൊച്ചു ശ്രേയ ഘോഷാലാവാൻ ശ്രമിക്കുന്നുണ്ട് അല്ലെ. ഇപ്പം ശരിക്കും സംഗീതം അഡ്മയർ ചെയ്യുന്ന ഏതെങ്കിലും നല്ലൊരു പ്ലേ ബാക്ക് സിംഗർ ഉണ്ട്? ലതാ മങ്കേഷ്കർ അൺഡൗട്ടഡ്ലി ക്വീൻ ആണ് എനിക്ക്. ശരിക്കും അതെ, ശരിക്കും ഡെഫിനറ്റ്ലി അത് അമ്മയുടെ കുറെ ചില എന്താ പറയാ പിക്ചേഴ്സ് ഒക്കെ അല്ലേ, പിന്നെ ഫീലിംഗ് ഒരു പാട്ടില് ചെറിയ ന്യൂവാൻസസ്. ഒരു പാട്ട് പാടിയാലോ? തീർച്ചയായിട്ടും. ഹംകോ മിലി ഹൈ ആജ് ഘടിയാ നസീബ് സേ जी भर के देख लीजिए हमको करीब से, फिर आपके नसीब में ये बात हो न हो, शायद फिर इस जन्म में मुलाकात हो न हो, लग जा गले के फिर हंसी रात हो न हो, शायद फिर इस जन्म में मुलाकात हो न हो.
लग जा गले से എന്ത് രസമാണ് Thank you. ശരിക്കും ആ മുലാഖാത്തൊക്കെ പറയുമ്പോ നമുക്കത് ഫീൽ ചെയ്യും. ഇനി ഈ ജന്മത്തിൽ കാണാൻ പറ്റുമോ ഇല്ലയോ എന്നൊന്നും അറിയില്ല, പക്ഷെ ആ പാട്ടിൽ കൂടെ നമ്മളത് ഫീൽ ചെയ്യും അല്ലെ. അമ്മയുടെയൊക്കെ പാട്ട് ശരിക്കും ഒത്തിരി പാട്ട് അമ്മയുടെ റെഫർ ചെയ്തിട്ടുണ്ടോ? കുറെ കാര്യം ഈ അപ്പ് ആൻഡ് ഡൗൺ ഗ്രാഫ്സ് ഒരുപാട് അതൊരു അൺഎൻഡിങ് പ്രോസസ്സാണ്. നമ്മൾ മരിക്കുന്നിടത്തോളം നമുക്ക് റെഫർ ചെയ്യാനുള്ള സ്റ്റഫ്സ് ലതാജിയുടെ പാട്ടുകളിലും മദൻ മോഹൻജിയുടെ പാട്ടുകളിലും ഒക്കെ ഉണ്ട്. ഇനി ഞാൻ അത് അവർക്ക് ഭക്ഷണം കൊടുത്തില്ലെങ്കിൽ നാട്ടുകാർ വിചാരിക്കും വിളിച്ചിരുത്തിയിട്ട് ഈ വർത്താനവും പറഞ്ഞിരുന്നു ഒരു വഹയും കൊടുക്കുന്നുമില്ല, ചുമ്മാ. ഇനി കഴിക്കാൻ നേരം ഞാൻ സംസാരിക്കുമല്ലോ കേട്ടോ, അതിനും ഞാൻ ചീത്ത കേൾക്കാറുണ്ട്. പക്ഷെ എന്നാ ചെയ്യാനാ അല്ലെ, എനിക്കിങ്ങനെ മിണ്ടായിരിക്കാൻ ഇഷ്ടമല്ലാത്തതുകൊണ്ടും ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. എനിവേ, ഈശ്വരൻ എല്ലാ അനുഗ്രഹവും ഇവർക്ക് കൊടുക്കട്ടെ. കുഞ്ഞും അപ്പന്റെ പാതയിലേക്കാ വരുന്നതെന്ന് പറഞ്ഞു. ഈശ്വരൻ എല്ലാ നന്മകളും കുഞ്ഞിനും കൊടുക്കട്ടെ. എന്റെയും എന്റെ പ്രേക്ഷകരുടെയും എല്ലാ പ്രാർത്ഥനയും എപ്പോഴും ഉണ്ടാവും. ഇനി ഇതുപോലെ നല്ല എപ്പിസോഡും നല്ല അതിഥികളും നല്ല വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. Till then, goodbye. Annie's Kitchen. Let's cook with love.